ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാബേജിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് ക്യാബേജ് തോരൻ. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്യാബേജ് കഴുകി വെച്ചിട്ടുണ്ട്. അരമുറി ക്യാബേജായിട്ട് എടുത്തേക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പാടാകുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തതിന്. എന്താണെന്ന് അറിയില്ല കേട്ടോ. കൈക്ക് ഭയങ്കര വേദനയാകുന്നു കേട്ടോ. എന്താ എന്നറിയില്ല. പിന്നെ എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പെരുന്നാളൊക്കെ എന്തായി എല്ലാവർക്കൂടെ? ബീഫൊക്കെ നന്നാക്കി എടുത്ത് വെച്ചോ? എല്ലാവർക്കും ഒന്ന് ബീഫായിരിക്കും അല്ലേ? ഞങ്ങൾക്കും ഇന്ന് അത് തന്നെയായിരുന്നു. ഞാൻ തോരനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഇത് വെച്ചേക്കുന്നത് ഉണ്ടാക്കുന്നത്. ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങ, കറിവേപ്പില. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഉപ്പ് പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞക്കുത്ത് പറയാനായിട്ട് ജസ്റ്റ് ഒരു മഞ്ഞക്കുത്തിന് മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ക്യാബേജ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. രണ്ടും ഒരു പാട്ട് പാടിയാലോ? പാട്ട് പാടാൻ അറിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പാടാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞത്തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാരോ മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമമല്ലേ അതു നന്ദിനിയാക്കി, അവളെ പരിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞത്തുള്ളി ഉറങ്ങി. നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്ക് അടപ്പ് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. നമ്മുടെ ക്യാബേജൊക്കെ അതായത് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് യോജിപ്പിച്ചെടുത്ത് വാങ്ങിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ? നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.